മണിപ്പൂരിലെ ഉഖ്രൂൽ മേഖലയിൽ സംഘർഷങ്ങൾക്കായവില്ല. നാഗ വിഭാഗക്കാരുടെ കൂടുതൽ വീടുകൾ കുക്കികൾ അഗ്നിക്കിരയാക്കി. ജില്ലയിലുടനീളം 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സായുധ സംഘങ്ങൾ തെരുവുകളിൽ അഴിഞ്ഞാടുകയാണ്. അജയ് സുധ ബിജു വിവരങ്ങളുമായി. അജയ്, ഇന്നലെ കുക്കി വിഭാഗക്കാരുടെ വീടുകളാണെങ്കിൽ ഇന്നത് നാഗ വിഭാഗക്കാരുടേതാകുന്നു. ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ സംഘർഷം പടരുകയാണോ? തീർച്ചയായിട്ടും അത്തരത്തിൽ വേണം കരുതാൻ. ഇതിനു മുൻപേ ഈ കുക്കി വിഭാഗക്കാരും അതുപോലെ തന്നെ മേധേ വിഭാഗക്കാരും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ നാഗ വിഭാഗങ്ങൾ അവരൊരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്ത് ഈ സംഘർഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ കൂടി സംഘർഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ സംസ്ഥാനത്തുള്ള സാഹചര്യം അത് ഏറെ വഷളാവുകയാണ്. നിലവിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ സംഘർഷങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നിലവിൽ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാഗ വിഭാഗക്കാരെയും കുക്കി വിഭാഗത്തിലുള്ള ആളുകളെയും ചേർത്ത് ഒരു സമാധാന ചർച്ച അത് പോലീസിൻ്റെയും കളക്ടറിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. എന്നാൽ ഈ ചർച്ച അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ വീടുകൾ അഗ്നിക്കിരയാക്കുന്ന നടപടിയിലേക്ക് കടന്നത്. 21 നാഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ 21ഓളം വീടുകളാണ് നിലവിൽ കത്തി നശിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം അതിൻ്റെ ഭീകരാവസ്ഥ. ഈ കുക്കി വിഭാഗക്കാരുടെ വീടുകളും കത്തി നശിച്ചിട്ടുണ്ട്. കുക്കി വിഭാഗങ്ങളുടെ 4 വീടുകളാണ് നശിച്ചതെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഇരട്ടിയിലധികം വീടുകളാണ് ഈ നാഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടേതായി നിലവിൽ അഗ്നിക്ക് ഇരയായിട്ടുള്ളത്. നാഗ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനാണ് ശനിയാഴ്ച വൈകിട്ടോടെ മദ്യപിച്ചെത്തിയ ചില കുക്കി വിഭാഗക്കാർ മർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് പ്രദേശത്ത് വലിയ രീതിയിലുള്ള കല്ലേറുണ്ടാവുകയും പിന്നീട് വീടുകൾ കത്തിക്കുന്ന ഒരു പ്രതികാര നടപടിയിലേക്ക് കടന്നതും. ഇപ്പോൾ സംഘർഷത്തിൽ പരിക്കേറ്റ് നിരവധി പേർ ചികിത്സയിലുമാണ്. ഉഖ്രൂൽ ജില്ലയിലാണ് ഈ സംഘർഷ സാഹചര്യമുള്ളത്. സംഘർഷങ്ങളെ തുടർന്ന് 5 ദിവസത്തേക്ക് ആഭ്യന്തര മന്ത്രാലയം ഇൻ്റർനെറ്റ് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കർഫ്യൂ ഇപ്പോഴും തുടരുകയാണ്. കർഫ്യൂ തുടർന്നിട്ട് പോലും ഈ സായുധ സേനാ വിഭാഗങ്ങൾ അവർ മേഖലയിലേക്ക് ഇറങ്ങി അവിടെ സംഘർഷം രൂക്ഷമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല സായുധ സേനാ അംഗങ്ങളും അവർ ആകാശത്തേക്ക് വെടിയുതിർത്തുകൊണ്ട് ഒരു ഭീതിയുടെ അന്തരീക്ഷം തന്നെയാണ് അവിടെ ഗ്രാമങ്ങളിൽ പടർത്തുന്നത്. പോലീസും ഇവരെ നിയന്ത്രിക്കാൻ ഏറെ പാടുപെടുകയാണ്. ഇവർക്ക് ഈ എത്രയൊക്കെ റെയ്ഡുകൾ പോലീസ് നടത്തിയിട്ടും ഇവർക്ക് ആയുധങ്ങൾ അത് വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നതിനിടെയായിരുന്നു ഇത്തരത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ കൂടി നടന്നത്. എന്തായാലും ഈ ഒരു സംഘർഷങ്ങളിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്നവരെ ഈ വൈ ഖേംചന്ദ് സിംഗ് മുഖ്യമന്ത്രി സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ചില തെറ്റിദ്ധാരണകളുടെ പേരിലാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. ജനങ്ങൾ സംയമനം പാലിക്കണം, സമാധാനത്തോടെയുള്ള ഒരു ജീവിതം അത് പുനഃസ്ഥാപിക്കണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമീപ ജില്ലകളിലേക്ക് ഉഖ്രൂൽ മേഖലയിൽ ഈ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ നിരവധി പേരാണ് ഒരു സുരക്ഷിത സ്ഥാനം തേടി സമീപ ജില്ലകളിലേക്കൊക്കെ പോയിട്ടുള്ളത്. അവിടങ്ങളിലും സംഘർഷം വ്യാപിക്കാതിരിക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നുമുണ്ട്. അജയാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.